ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചുവന്നുള്ളി ഇട്ട് വെച്ച ചെമ്മീൻ റോസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഞരമ്പും മറ്റു കാര്യങ്ങളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുഞ്ഞുള്ളി ഇട്ടാണ് ഇന്ന് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, അതിനുശേഷം വിനാഗിരി എല്ലാം കൂടെ ചേർക്കണം. ഈ മസാലയെല്ലാം കൂടി ഈ കൊഞ്ചിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 5 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക. ഒരു വശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മറുവശം തിരിച്ചിടുക. അങ്ങനെ 2 വശവും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഈ ഫ്രൈ ചെയ്ത കൊഞ്ച് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെ 1 സ്പൂൺ കടുകിട്ട് അത് നന്നായി പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 10 അല്ലി ഗാർലിക് ചേർക്കുക. അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതിനകത്തേക്ക് ചേർക്കുക. ഇത് രണ്ടും നന്നായി മൂത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് 25 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കുക. നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത്, സവാളയല്ല. സവാള ഇട്ടാൽ ഇത് നന്നായി മധുരിക്കും, അതിനാൽ ചുവന്നുള്ളി ഉപയോഗിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കേണ്ടതാണ്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഈ മസാല നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ മസാലയിലേക്ക് ഇനി 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കേണ്ടതാണ്. അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോഴേക്കും അതിനകത്തേക്ക് വലിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. അത് നന്നായി വഴറ്റിയെടുക്കേണ്ടതാണ്. ഈ ഗ്രേവി എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ മസാലയും ചെമ്മീനും എല്ലാം കൂടി നന്നായി പുരട്ടിയെടുക്കുക. ഇതിനകത്തേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കേണ്ടതാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഒരുവിധം നല്ല ലൂസ് ഗ്രേവി ആയിട്ടുണ്ട്. ഇത് തുറന്ന് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഗ്രേവി നമുക്ക് വറ്റിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. അവസാനമായി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി നല്ലതാണ്. നമ്മുടെ ചെമ്മീൻ കുഞ്ഞുള്ളി റോസ്റ്റ് ഇവിടെ റെഡിയായി ഇരിക്കുകയാണ്. ഇത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഈ ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ബട്ടൺ അമർത്തണേ.